അത് കഴിഞ്ഞ് പിന്നെ പറയുന്നതിലാണ് ഭൂമാനന്ദ സ്വാമിക്ക് കുറച്ച് സംശയം. എന്താണ്? ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. മത്സരബുദ്ധിയൊന്നുമില്ലാതെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും നല്ല താതാത്മ്യത്തോടും കൂടി ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്കുണ്ടാകുന്ന നേട്ടം ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ അവരോധിക്കാമെന്ന് പിടിച്ചങ്ങോട്ട് കെട്ടാം. ഈ ശ്രീമദ് ഭാഗവതം ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നവർ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പക്ഷം എനിക്ക് വലിയ വിഷമമാണ്. അതുമാത്രമാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അത് ചെയ്യണമുണ്ട്, ചെയ്യിക്കണമുണ്ട്, എല്ലാവർക്കും ആകാം. അതല്ലേ പരീക്ഷത്തിന് സംഭവിച്ചത്. ഇതിലൊരു സംഗതി പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. അവിടെയാണ് ഭൂമാനന്ദ സ്വാമിക്ക് സംശയം. മഹാമുനി രചിച്ച ഈ ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ മറ്റ് ശാസ്ത്രങ്ങൾ എന്തിന് ഇങ്ങനെ ഒരു വാക്ക് ഉദാരമതിയായിരിക്കുന്ന വ്യാസദേവൻ പറയുമോ എന്നാണ് എനിക്ക് സംശയം. അപ്പോൾ അത് ഒറിജിനൽ ശ്രീമദ് ഭാഗവതത്തിൽ പെട്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഈ ശാസ്ത്രമുള്ളപ്പോൾ മറ്റുള്ള ശാസ്ത്രം എന്തിന് എന്ന് ഒരു ഗ്രന്ഥകാരൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് തോന്നണില്ല അതൊരു പക്വമതിയുടെ ചിന്തയാണെന്ന്. അപ്പോൾ ഈ ശ്ലോകം വേദവ്യാസൻ എഴുതിയതാണെന്ന് എനിക്ക് തോന്നണില്ല. അടുത്ത ശ്ലോകോ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദഭൃതദ്രവ സംയുതം. അതെങ്ങനെയാണ് വ്യാസദേവൻ എഴുതുക? വ്യാസദേവൻ ഇത് എഴുതി അതിന് ശേഷമാണല്ലോ ശുഖമഹർഷി ഇത് പറഞ്ഞ് ബാക്കിയുള്ളവരെ കേൾപ്പിച്ചത്. അപ്പോൾ ശുഖമഹർഷിയുടെ മുഖത്തിൽ നിന്ന് വന്ന അമൃതാണ് എന്ന് വ്യാസദേവൻ പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഈ രണ്ട് ശ്ലോകവും എൻ്റെ അഭിപ്രായത്തിൽ ശ്രീമദ് ഭാഗവതം ഒറിജിനലായിട്ട് എഴുതിയ സമയത്ത് വ്യാസരചനയിൽപ്പെട്ടതല്ല. എന്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു വിചാരസത്രമാണല്ലോ, എല്ലാവർക്കും ആലോചിക്കാം. നമുക്ക് ഈ ഭഗവാനെക്കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ.